അങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരില്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെ. ടി.ബി. ചന്ദ്രനൊക്കെ ഞാൻ സിനിമ കാണാൻ സിനിമയോ ആഗ്രഹിച്ചു തുടങ്ങിയ കാലത്തിന് ശേഷം കണ്ടുന്ന ഏറ്റവും വലിയ വിപ്ലവകാരിയായ സിനിമയായിരുന്നു. ശരീരത്തിലുള്ള സകല രോമങ്ങളും പ്രദർശിപ്പിച്ചിട്ടാണ് പുള്ളി ആ സിനിമയിൽ അഭിനയിച്ചത്. അന്നത്തെ ആൾക്കാർക്ക് അതിനൊരു വലിയ പുച്ഛമായിട്ടൊക്കെ തോന്നിയിരുന്നു. ഇന്നൊക്കെയാണെങ്കിൽ വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സിനിമകളായിരുന്നിരിക്കുന്നത്. ചന്ദ്രൻ്റെ കൃഷ്ണൻകുട്ടി എന്ന സിനിമയ്ക്ക് ശേഷം അല്ലേ കബനിയാണ് ആദ്യം. കബനി നദി ചുവന്നപ്പോഴെന്ന് പറയുന്ന സിനിമയാണ് ആദ്യം. അത് അന്നത്തെ കാലത്ത് വിപ്ലവകാരികളെ പറ്റിയുള്ള സിനിമകൾ തന്നെയാണ്. അത് തന്നെ ആ സിനിമ തന്നെ ഒരു വിപ്ലവമായിരുന്നു. ആ സൗഹൃദം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പല സിനിമകളുടെയും കഥയും പറയും. ഇനി അങ്ങനെ എല്ലാ സിനിമയുടെ കഥകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും തോക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ഒരാൾ ജയിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ യുദ്ധങ്ങളിലും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരില്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെ.